വെൽക്കം ടു മൈ കോളേജ് പ്രോഗ്രാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലളിത ജീവിതം ആൻഡ് ഗാന്ധാരി വിലാപം എന്നീ രണ്ട് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ലളിത ജീവിതം ആ ഒരു ഹെഡിങ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ലളിത ജീവിതം ആരാണ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ ഫാദർ ഓഫ് നേഷൻ ആരായിരുന്നു? മഹാത്മാഗാന്ധി. ഓക്കെ, അതായത് നമ്മളെപ്പോഴും സ്നേഹത്തോടെ വിളിക്കുന്ന ഗാന്ധിജി, നമ്മൾ ഇന്ത്യക്കാർ സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ലളിത ജീവിതം എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് നമുക്ക് ഇന്ത്യക്കാരോട് അദ്ദേഹം എന്ത് ഉപദേശം, എന്ത് മെസ്സേജാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ. അദ്ദേഹത്തിൻ്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ള ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അദ്ദേഹം അതിലുള്ള എല്ലാ അനുഭവങ്ങളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ലളിത ജീവിതം എന്ന ഈ ഒരു പാഠത്തിൽ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിജി എന്താണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സുഖ സൗകര്യങ്ങളോട് കൂടിയ ഒരു ജീവിതമാണ് ഞാൻ ആദ്യം ആരംഭിച്ചിരുന്നത്. മഹാത്മാഗാന്ധിയുടെ ഒരു സ്വയം വിലയിരുത്തലാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലളിത ജീവിതം എഴുതിയത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹം തുടങ്ങുന്നത് എങ്ങനെയാണ്? സുഖ സൗകര്യങ്ങളോട് കൂടിയ ഒരു ജീവിതമാണ് ഞാൻ ആദ്യം ആരംഭിച്ചത്. എന്നാൽ ആ പരീക്ഷണം കുറച്ചു കാലം കൊണ്ട് തീർന്നു. പിന്നെ അകസാമാനങ്ങൾ വാങ്ങി ഞാൻ ശ്രദ്ധിച്ചു. വീട് അലങ്കരിച്ചെങ്കിൽ അതൊന്നും എന്നെ സ്വാധീനിച്ചില്ല. അത്തരത്തിൽ ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ ചെലവ് ചുരുക്കാനും ഞാൻ പഠിച്ചു. അലക്കുകാരന് കൊടുക്കുന്ന തുക വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് എന്നു മാത്രം അയാൾ കൃത്യമായി അലക്കിക്കൊണ്ട് വരാത്തതിനാൽ ഞാൻ 2-3 ഡസൻ ഷർട്ടും കോളറൊന്നും മതിയാകാതെ വന്നു. കോളർ ദിവസവും മാറ്റണമായിരുന്നു. ഷർട്ട് ദിവസം ഇല്ലെങ്കിൽ ഒന്നിടവിട്ടെങ്കിലും മാറ്റണം. അത് ഇരട്ടി ചെലവാകും. എനിക്കത് അനാവശ്യമായി തോന്നി. അതുകൊണ്ട് അലക്കാനുള്ള സാധന സാമഗ്രികൾ ഞാൻ സ്വയം അലക്കി തുക ലാഭിക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിജി സ്വയം സാധനങ്ങൾ വാങ്ങി സ്വയം അലക്കി തുടങ്ങിയത് എന്തിനായിരുന്നു? ഈ ചോദ്യം എക്സാമിന് വരും. എന്തിനാണ് അലക്കി തുടങ്ങിയത്? ഗാന്ധിജിക്ക് അലക്കുകാരൻ പെട്ടെന്ന് അലക്കി കൊടുക്കാറില്ല. കാരണം അദ്ദേഹം നേരം വൈകി അലക്കിക്കൊണ്ട് തരുന്നത് കൊണ്ട് ഗാന്ധിജിക്ക് ഡ്രസ്സ് മാറി ഉടുക്കാൻ പെട്ടെന്ന് ഡ്രസ്സുകൾ തികയാതെ വന്നത് കൊണ്ടും ചിലവ് വളരെ കൂടുതലായതുകൊണ്ടുമാണ് ഗാന്ധിജി സ്വയം അലക്കാൻ തുടങ്ങിയത്. ഞാൻ സ്വന്തമായി അലക്കിയ കോളർ എനിക്ക് ഒരിക്കലും മറക്കാനാകില്ല. ആവശ്യത്തിലേറെ കഞ്ഞിപ്പശ ഞാൻ ചേർത്തിരുന്നു. തേപ്പിപ്പൊട്ടി കൊണ്ട് വേണ്ടത്ര ചൂടാക്കിയിരുന്നില്ല. കരിഞ്ഞു പോകുന്ന ഭയത്താൽ കോളർ ശരിക്ക് അമർത്തി തേച്ചതുമില്ല. തൽഫലമായി കോളർ കുറച്ചൊക്കെ ഉടയാതെ നിന്നെങ്കിലും പുറമേ പറ്റി നിന്ന കഞ്ഞിപ്പശ ഇടയ്ക്കിടെ അടർന്നു വീണുകൊണ്ടിരുന്നു. ആ കോളറും ധരിച്ച് കോടതിയിൽ ചെന്ന എന്നെ മറ്റ് ബാരിസ്റ്റർമാരുടെ പരിഹാസം ഏൽക്കേണ്ടി വന്നു. പക്ഷേ എക്കാലത്തും പരിഹാസം എനിക്ക് യേശുമായിരുന്നില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ കോളർ ഞാൻ തന്നെ ആദ്യമായി അലക്കി നോക്കിയതാണ്. അതാണ് കഞ്ഞിപ്പശ ഇളകി വീഴുന്നത്. പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ല. പിന്നെ നിങ്ങൾക്ക് മാത്രം നേരം പോക്കിന് അത് പ്രയോജനപ്പെടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഒരു സ്നേഹിതൻ ചോദിച്ചു, പക്ഷെ നിങ്ങളെ അലക്കു കമ്പനികൾക്ക് കുറവൊന്നുമില്ലല്ലോ എന്ന്. അങ്ങനെ എന്തായാലും കോളർ അലക്കാൻ ഏകദേശം അതിനൊരു വില കൊടുക്കണം. പിന്നെ അലക്കുകാരൻ്റെ ദൗത്യം ദിവസം അലക്കുകാരനെ ആശ്രയിക്കും വേണം. അതുകൊണ്ട് തന്നെ ഗാന്ധിജി അലക്കുക എന്നുള്ള സമയത്ത് നിന്നു അദ്ദേഹം അല്ലെങ്കിൽ എനിക്ക് സ്വന്തം വസ്ത്രം സ്വയം അലക്കാൻ. എന്നാൽ എനിക്കോ സുഹൃത്തുക്കളെ സ്വാശ്രയത്തിന് സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അല്ല, കാലക്രമത്തിൽ എൻ്റെ വസ്ത്രങ്ങൾ അലക്കുന്നതിൽ ഞാനൊരു വിദഗ്ധനായി തീർന്നു. അവസാനം എന്ത് ചെയ്തു? ലാസ്റ്റ് ഫൈനൽ എന്താ സംഭവിച്ചത്? ഗാന്ധിജി തൻ്റെ വസ്ത്രങ്ങൾ സ്വയം അലക്കാൻ ആരംഭിച്ചു. എൻ്റെ അലക്ക് യാതൊരു തലത്തിലും അലക്കുകാരുന്നതിനേക്കാൾ മോശമായിരുന്നില്ല. എൻ്റെ കോളറുകൾ മറ്റുള്ളവരുടെ ഉറപ്പോ മിനുസമോ കുറഞ്ഞതായിരുന്നില്ല. അപ്പോൾ കോളർ, നിങ്ങൾ വിചാരിക്കും ശരിക്കും നമ്മളെ കോളർ എന്താ ഇവിടെ ഇടുന്ന കോളർ. അപ്പോൾ ഇവിടെ ഗാന്ധിജി തൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ ആ ഷർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കോളർ എന്ന വേർഡിൽ നിന്നാണ് കേട്ടോ. പിന്നെ ഗോഖലെ ദക്ഷിണാഫ്രിക്കയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മഹാദേവ് ഗോവിന്ദ റാനഡെ സമ്മാനിച്ചൊരു നേരിയതുണ്ടായിരുന്നു. അദ്ദേഹം അത് വളരെ അമൂല്യമായി എടുത്ത് ശ്രദ്ധയോടെ വിശേഷാവസരങ്ങളിൽ മാത്രം ഉപയോഗിച്ചു പോകുന്നു. ഗോഖലെ അറിയാലോ, ഗോഖലെ അദ്ദേഹം ഗാന്ധിജിയുടെ അത്യാവശ്യം നല്ല സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. ഗോഖലയുടെ കയ്യിൽ എപ്പോഴും നേരിയതുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അത് അലക്കുകാരനെ ഏൽപ്പിച്ചാൽ സമയത്തിന് കിട്ടുമായിരുന്നില്ലെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ഗോഖലെ പറഞ്ഞു, വക്കീൽ എന്ന നിലയ്ക്കുള്ള നിങ്ങളുടെ കഴിവിൽ എനിക്ക് വിശ്വസിക്കാം, പക്ഷേ നിങ്ങളൊരു അലക്കുകാരനാണെന്ന് എനിക്ക് അത്ര വിശ്വസിക്കാൻ വയ്യ. നിങ്ങളത് ചീത്തയാക്കുമോ? നേരിയത് അലക്കാൻ കൊടുത്താൽ ചീത്തയാക്കുമോ? എനിക്കത് എത്ര അമൂല്യമാണ് നിങ്ങൾക്കറിയോ? ആ നേരിയത് വളരെ അമൂല്യമാണ്. നിങ്ങളത് എന്ത് ചെയ്യാൻ പാടില്ല? അലക്കിങ്ങോട്ട് ചീത്തയാക്കാൻ പാടില്ല എന്ന് ഗോഖലെ ഗാന്ധിജിയോട് പറയുന്നു. ഇത്രയും പറഞ്ഞ് തനിക്ക് ആ സമ്മാനം കിട്ടിയ വൃത്താന്തം അദ്ദേഹം സന്തോഷത്തോടെ വിവരിച്ചു. എന്നിട്ടും താൻ അദ്ദേഹത്തിൻ്റെ സമ്മതം വാങ്ങി നേരിയതെടുത്ത് അലക്കി തേച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാ സർട്ടിഫിക്കറ്റും അലക്കുകാരൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ മോചിതനായതുപോലെ ക്ഷുരകനെ ആശ്രയിക്കും. ക്ഷുരകൻ എന്ന് പറഞ്ഞാൽ എന്താ? മീശയും താടിയൊക്കെ വെട്ടുന്ന ആളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്ത് മോചനം നേടി. സ്വയം
സ്വയം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗാന്ധി നിങ്ങളെ തലമുടിക്ക് എന്ത് പറ്റി, എലി നുറുക്കിയൊന്ന് ആൾക്കാർ എന്നെ ഞാൻ മുടി വെട്ടാൻ തുടങ്ങിയതോട് ആളുകൾ എന്നെ കളിയാക്കാൻ തുടങ്ങി. അതിനാൽ മോശമായിട്ടാണെങ്കിൽ ഞാൻ തന്നെ മുറിക്കാമെന്ന് വെച്ചു. ഈ മറുപടി എന്നെ അത്ഭുതപ്പെട്ടു. എൻ്റെ മുടി മുറിക്കാത്തതിൽ ഒരു ക്ഷുരകൻ്റെ പക്ഷെ തെറ്റൊന്നുമില്ലായിരുന്നു. എന്തായാലും പിന്നെ ഒന്നല്ല പല പ്രാവശ്യം ഞാൻ എൻ്റെ മുടി മുറിച്ചു. ലാളിത്യത്തിലും ആശ്രയത്തിലും തന്നെ ആവേശം അത്യന്തികമായി സ്വയം നടത്തിയ പ്രകടനത്തിൻ്റെ തീവ്ര രൂപം എനിക്കറിയാം. ഓക്കെ, അതിൻ്റെ വിത്ത് വളരെ മുമ്പേ വിതച്ചിരുന്നു. വേരിറങ്ങാനും പൂക്കാനും കായ്ക്കാനും നന മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അതും കാലത്തോടനുബന്ധം നടന്നു. വേരിറങ്ങാനും പൂക്കാനും കായ്ക്കാനും അത് നേരം വൈകിയിരുന്നു. കാരണം ഇതിലിപ്പോൾ എന്താ ഈ ലളിത ജീവിതം എന്നതിൽ എന്താ അർത്ഥമാക്കുന്നത്? ഗാന്ധിജി സ്വയം സാധനങ്ങൾ വാങ്ങി അലക്കാൻ തുടങ്ങി ഇതിൽ ലളിത ജീവിതത്തിൽ പറഞ്ഞു. കാരണം ലളിതമായ ജീവിതമാണ് ആര് നയിച്ചിരുന്നത്? ഗാന്ധിജി നയിച്ചിരുന്നത്. പക്ഷെ ആരംഭ ഘട്ടത്തിൽ ഗാന്ധിജി വലിയ പൈസക്കാരുടെ ജീവിതമായിരുന്നു. കാരണം അദ്ദേഹം നല്ല ധനം ഉള്ള കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം വക്കീലിന് പഠിക്കും, നമുക്കറിയാലേ, അദ്ദേഹം വക്കീലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്യാവശ്യം ജീവിക്കാനുള്ള പണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അലക്കിനും പിന്നെ അദ്ദേഹം വീട്ടിൽ വന്ന് ക്ഷുരകൻ എന്ന് പറഞ്ഞാൽ എന്താ, മീശും താടിയൊക്കെ പഠിക്കാനൊക്കെ ആളുകളെ ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് ഗാന്ധിജി സ്വയം ചെയ്യാൻ തുടങ്ങി. അതാണ് ലളിതമായ ജീവിതത്തിലേക്ക് ആര് മാറാൻ തുടങ്ങി? ഗാന്ധിജി മാറാൻ തുടങ്ങി. പിന്നീട് കഥ നമുക്ക് പറയണ്ടല്ലോ. എന്ത് ചെയ്തു? സ്വയം ഗാന്ധിജി നെയ്തെടുത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി. നമുക്കറിയാം. അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങി. നമുക്കറിയാം. മറ്റുള്ള യൂറോപ്യൻസിനെ അദ്ദേഹം എന്ത് ചെയ്തു? യൂറോപ്യൻസ് ഉപയോഗിച്ച സംഭവങ്ങളൊന്നും യൂറോപ്യൻസിൻ്റെ സാധനങ്ങളൊക്കെ അദ്ദേഹം ബഹിഷ്കരിക്കാൻ തുടങ്ങി, അല്ലേ? ബഹിഷ്കരണം തുടങ്ങി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അവനവൻ്റെ നമ്മുടെ രാജ്യത്ത് മാത്രം ഉണ്ടാക്കുന്ന നമ്മളോട് ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ ഗാന്ധിജി അവസാനം എന്ത് ചെയ്തു? നമ്മുടെ ഫ്രീഡം ഫൈറ്റിൽ വലിയൊരു റിഫോർമറായി മാറി. അവസാനം ഈ ഒരു എന്താ പറയുക, സാമ്പത്തിക ഉണ്ടെന്ന് പറഞ്ഞാൽ ഗാന്ധിജി അവസാനം ഒരു ഒറ്റമുണ്ട് കൊടുത്തൊരു പടം നമുക്കറിയാലേ. ഗാന്ധിജീൻ്റെ ഡ്രസ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? തലമുടി അത്യാവശ്യം കഷണ്ടി പോലെയാണ്. ഒരു മേൽമുണ്ട് ഇങ്ങനെ ചുറ്റിങ്ങനെ ധരിഞ്ഞ ഒരു വടി കുത്തിപ്പിടിച്ച രൂപമാണ് നമ്മുടെ ഗാന്ധിജിക്ക്. അപ്പോൾ ഗാന്ധിജി ആ രൂപം കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം ലളിത ജീവിതം നയിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ലളിത ജീവിതം എന്നത് അദ്ദേഹം പ്രവൃത്തിയിലൂടെ തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച് തന്നു എന്നാണ് ഈ ഒരു ലളിത ജീവിതം എന്ന ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ത് പാഠമാണ് നോക്കാം. ഗാന്ധാരി വിലാപം. നമ്മളിനി പഠിക്കാൻ പോകുന്ന പാഠം ഗാന്ധാരി വിലാപമാണ്. ഇത് എഴുതിയത് ആരാണ്? ഗാന്ധാരി വിലാപം എന്ന കവിത എഴുതിയത് നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. അദ്ദേഹമാണ് നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് നമ്മുടെ മലയാളത്തിൻ്റെ പിതാവിൽ നിന്ന് നമ്മൾ ചരിത്രം വിശേഷിപ്പിക്കുന്നു, അല്ലേ? എഴുത്തച്ഛൻ ഇപ്പോഴും ഉണ്ടല്ലേ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അരിയിലൊക്കെ എഴുതാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കുഞ്ഞുങ്ങൾ അരിയിലൊക്കെ എഴുതാൻ പോകുമ്പോൾ എഴുത്തച്ഛൻ നഗറിൽ പോയിട്ടാണ് കുഞ്ഞുങ്ങളെ ഹരിശ്രീ ഗണപതായ നമ ഹിന്ദു മതാചാരത്തിൽ കുട്ടികൾ അരിയിൽ എഴുതിയിട്ടാണ് വിദ്യാഭ്യാസത്തിലേക്ക് കാലൂന്നുന്നത്. അത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അവിടെ പോയിട്ടാണ് അധികവും കുട്ടികൾ. കേരളത്തിലൊരു വിശ്വാസം അങ്ങനെയാണ്, അല്ലേ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഹരിശ്രീ കുറിക്കുന്നത്, ആദ്യമായിട്ട് വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നതൊക്കെ അവിടെ പോയിട്ട് അരിയിൽ അദ്ദേഹത്തിനോട് എഴുതിക്കുന്നു. പണ്ട് ഇപ്പം അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ വരുന്ന ആളുകളുണ്ട്, അവിടെ നിന്നാണ് എഴുതിക്കുന്നത്, അല്ലേ? ആദ്യമായി ഒരു കുട്ടി വിദ്യാഭ്യാസം കടക്കുന്നത്. അപ്പം അതേപോലെ ഗാന്ധാരി വിലാപം എന്നുള്ള കവിത അത് എഴുതിയത് ആരാണ്? നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഈ തുഞ്ചത്ത് എഴുത്തച്ഛൻ ഇതിലെന്താണ് പറയുന്നത്? ഗാന്ധാരി ആരാണ്? ഗാന്ധാരി തൻ്റെ സ്വയം കണ്ണ് മൂടിക്കെട്ടി, അല്ലെ? തൻ്റെ ഭർത്താവിന് ദ്രോണർക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ തനിക്കും കണ്ണിന് കാഴ്ചശക്തി വേണ്ട എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ അതേപോലെ തന്നെ ഞാനും മതി, ഭർത്താവിന് കാണാത്ത എനിക്കും കാണണ്ടെന്നാണ് കണ്ണ് മൂടിക്കെട്ടി ഉള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ ഗാന്ധാരി. നമ്മുടെ ഈ ഒരു പുരാണ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ് ഗാന്ധാരി. എന്താണ് ഗാന്ധാരി വിലപിക്കുന്നത്? ഇത് നടക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ കവിതയാണ് കേട്ടോ. ഗാന്ധാരി വിലാപം എന്താണ്? കുരുക്ഷേത്ര യുദ്ധം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുരുക്ഷേത്ര യുദ്ധം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഗാന്ധാരിയുടെ നിലവിളിയാണ് നമ്മുടെ ഗാന്ധാരി വിലാപം എന്ന് പറഞ്ഞാൽ എന്താ? വിലാപം എന്നുള്ള അർത്ഥം എന്താ? കരച്ചിൽ എന്നൊക്കെ പറയാട്ടോ. കരച്ചിൽ. എവിടെ നിന്നാണ് കരയുന്നത്? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച്
നമ്മുടെ ഗാന്ധാരി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതായത് പുരാണത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ ഒരു സ്ത്രീ കഥാപാത്രമാണ് ഗാന്ധാരി. ഈ ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ യുദ്ധക്കളത്തിൽ തൻ്റെ